ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. അവളുടെ പേര് സിമി. അവൾക്കൊരു 32 വയസ്സ് പ്രായമുണ്ട്. അതിസുന്ദരിയായ ഒരു മൊഞ്ചത്തി പെണ്ണായിരുന്നു അവൾ. അവളുടെ ഭർത്താവ് സമദ് സൗദിയിലാണ്. 2 കുട്ടികളുണ്ട് അവർക്ക്. അവർ രണ്ടുപേരും പഠിക്കുകയാണ്. അവളുടെ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീടില്ല. അവൾക്ക് സ്വന്തമായ ഒരു വീട് വേണം. സിമിയും കുട്ടികളും ഇപ്പോൾ താമസിക്കുന്നത് തറവാട് വീട്ടിലാണ്. തറവാട്ടിലാണെങ്കിൽ സമദിന്റെ വാപ്പയും ഉമ്മയും സമദിന്റെ അനിയനും അനിയത്തിയും അവരുടെ കുട്ടികളും അങ്ങനെ കുറെ പേരുണ്ട്. അതുകൊണ്ട് തനിക്ക് യാതൊരു പ്രൈവസിയും അവിടെ ഇല്ല. അതുകൊണ്ടൊക്കെയാണ് അവൾ സമദിന്റെ അടുത്ത് എപ്പോഴും വീട് വെക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിനവളെ ആർക്കും കുറ്റം പറയാനും പറ്റില്ല. സമദ് ലീവിന് വരുമ്പോൾ പലപ്പോഴും രാത്രിയിൽ കുട്ടികൾ അടുത്ത് കിടക്കുന്നത് കൊണ്ട് സ്വകാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ തനിക്ക് കഴിയാറില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു ദുഃഖം. അതാണ് മനസ്സു വേദനിക്കുന്ന സിമിയെ പോലുള്ള ഭാര്യമാരുടെ ഒരവസ്ഥ. ഒരു കൊച്ചു വീടാണെങ്കിലും അതിൽ നമ്മൾക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് അവൾ എപ്പോഴും സമദിനെ ഇക്കാര്യം പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സമദാണെങ്കിൽ 2-3 വർഷമൊക്കെ കൂടുമ്പോഴാണ് ലീവിന് നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് തറവാട്ടിലാവുമ്പോൾ അവളും കുട്ടികളും ഒറ്റയ്ക്കാകില്ലല്ലോ എന്നൊരു ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ധൈര്യമായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് തന്നെ. അയാൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അനിയത്തിക്കും കുട്ടികൾക്കും തുണികളും മറ്റും എടുത്തു കൊടുക്കണമെന്ന് പറയും. അതും കൂടി ചേർത്താണ് അയാൾ പണം അയക്കുന്നത്. അതൊക്കെ സിമിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ ഇനിയും തനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാവില്ലെന്ന് പലപ്പോഴും അവൾ പറയും. ഇക്ക ഫോണിൽ വിളിക്കുമ്പോൾ അവൾക്ക് അവളുടെ പ്രായം മനസ്സിനെ വളരെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകും. സിമി പുറത്തു പോകുമ്പോൾ അവളെ നോക്കാത്ത ആണുങ്ങളില്ല. അവളുടെ ആ തുള്ളിക്കളിക്കുന്ന മുന്നഴകും പിന്നഴകും അവളേക്കാൾ കൂടുതൽ നാട്ടുകാർ ആസ്വദിച്ചിരുന്നു. ചുണ്ടിൽ പുരട്ടിയ ലിപ്സ്റ്റിക്കിന്റെയും സ്പ്രേ മണക്കുന്ന ഡ്രസ്സും അവളെ ഒരുപാട് സുന്ദരിയാക്കി മാറ്റിയിരുന്നു. അവളും ചിലപ്പോഴൊക്കെ അതൊക്കെ നോക്കി ചിരിക്കുമായിരുന്നു. ആളുകളുടെ നോട്ടം അവൾ അവളുടെ കണ്ണുകളിലൂടെ കണ്ട് ആസ്വദിച്ചിരുന്നു. പക്ഷെ അവൾ ഇതുവരെ അവളുടെ ജീവിതത്തിൽ മോശമായിട്ടൊന്നും നടന്നിട്ടില്ല. അവളുടെ ഭർത്താവ് ഇപ്പോൾ പ്രവാസിയായിട്ട് 10-12 കൊല്ലമായി. എങ്കിലും വീട് വെക്കാൻ ഇനിയും പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊക്കെ സ്വർണം പണയം വെക്കാം എന്നൊക്കെ ആലോചിച്ചിരുന്നു രണ്ടുപേരും കൂടി. ലോൺ എടുത്ത് വീട് വെക്കേണ്ട എന്ന തീരുമാനം രണ്ടാൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പണം ബാങ്ക് ബാലൻസായി അവർക്കുണ്ടായിരുന്നു. കൂടാതെ 1-2 ലേലച്ചിട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ദൂരെ ഒരു പറമ്പ് വേണമെന്ന് സിമിക്ക് ആഗ്രഹമായിരുന്നു. ഭർത്താവിന്റെ വാപ്പ അടുത്ത് തന്നെ പോരെ എന്ന് പറയുമ്പോഴും പോരാ വാപ്പ, കുറച്ച് ദൂരെയാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. വാപ്പായെ കൊണ്ട് നിർബന്ധിച്ച് സ്ഥലം നോക്കി. പലയിടവും നോക്കിയെങ്കിലും ആർക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ടൗണിൽ നിന്ന് മാറി കുറച്ച് പൊക്കമുള്ള ഒരു ഏരിയയിലേക്ക് ഒരു സ്ഥലം കണ്ടു. സ്ഥലത്തിന് വിലക്കുറവുമുണ്ട്. കൂടാതെ വഴിയും വെള്ളവും ഒക്കെ ഉള്ള നല്ല പറമ്പാണ്. ആരും അധികം ഒന്നും അങ്ങനെ താമസിച്ചിട്ടില്ല. അടുത്ത് കുറച്ചു മാറിയുള്ളൂ വീടുകളൊക്കെ. അങ്ങനെ പറമ്പ് കണ്ടു. ഇക്കായ്ക്ക് അവൾ അത് വീഡിയോയിലൊക്കെ ആക്കി അയച്ചു കൊടുത്തു. 1 മാസത്തിനുള്ളിൽ സിമിയുടെ പേരിൽ തന്നെ ആധാരവും എഴുതി വാങ്ങി. അങ്ങനെ പറമ്പൊക്കെ വാങ്ങി. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിമാറ്റി മണ്ണൊക്കെ മാറ്റി നല്ല ലെവലാക്കി. വീടിന്റെ പണി ആർക്കു കൊടുക്കും എന്ന ആശങ്കയിലായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചു. പല അഭിപ്രായങ്ങളും കേട്ടു. ഒരു വീട് പണിത് കൊടുക്കുന്ന ആളെ കണ്ടുപിടിച്ചു. അയാളും നല്ലൊരു പണിക്കാരൻ തന്നെയാണ്. അയാളുടെ പേര് മോഹനൻ മേശ്ശേരി എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അങ്ങനെ അയാളെ ഏൽപ്പിച്ചുകൊണ്ട് തന്റെ ഉത്തരവാദിത്തം കുറച്ചു കുറഞ്ഞു. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് പണിക്ക് ആളെ റെഡിയാക്കി മോഹനൻ മേശ്ശേരി. ഇന്ന് ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ച കല്ലിടാമെന്നാണ് മോഹനൻ മേശ്ശേരി പറഞ്ഞത്. നാട്ടിലേക്ക് ഇക്ക അയക്കുന്ന കാശ് കുറെ അക്കൗണ്ടിലുണ്ട്. സിമിയുടെ വീട്ടുകാരും സഹായിക്കുമെന്ന ഉറപ്പുമുണ്ട്. 2 ദിവസം അങ്ങനെ പല ആലോചനയിലുമായി പോയി. അതിനിടെ വെള്ളത്തിനും സൗകര്യം ഉണ്ടാക്കി വെച്ചിരുന്നു നേരത്തെ തന്നെ. പക്ഷെ മോട്ടോർ ഇടയ്ക്കിടെ കംപ്ലൈന്റ് ആയി കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയി നിർത്തി ഓണാക്കേണ്ടി വരും. തൽക്കാലം കറണ്ട് കുറച്ചു മാറി ഒരു പോസ്റ്റിൽ നിന്നും എടുത്ത് വൈകാതെ വീടിന് മുന്നിൽ ഒരു പോസ്റ്റ് ഇട്ട് തരാമെന്ന് KSEBിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എത്തി. കല്ലിടിയിൽ ഭംഗിയായി നടന്നു. 6 പേരുണ്ട് ജോലിക്കാര്. വെട്ടുകല്ലുള്ള പ്രദേശം ആയതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്. അധികം താഴ്ത്താതെ കുഴിച്ചു തറ കെട്ടാൻ പറ്റി. ആദ്യത്തെ ദിവസം തന്നെ തറയുടെ പണി കഴിഞ്ഞു. ഇനി കോൺക്രീറ്റ് ഇടാനും മണ്ണ് ലെവലാക്കാനും ഉണ്ട്.
പിറ്റേ ദിവസവും പണിയുണ്ടായിരുന്നു. ഇന്ന് പണിക്കാർ കുറവായിരുന്നു. എന്നാലും വൈകിട്ട് പണി തീർത്ത് അവർ പോകുമ്പോൾ ചോദിച്ച പൈസ കൊടുത്തു. സിമി ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കി പോകുമായിരുന്നു. അവളെ ഇടയ്ക്കിടെ നോക്കി ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ബംഗാളികൾ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ അത് മൈൻഡ് ചെയ്യാതെ തൻ്റെ ജോലി നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഇടയ്ക്കൊക്കെ മോഹനമേശ്വരി ബംഗാളികളോട് ദേഷ്യം കാണിക്കും. ചിലപ്പോഴൊക്കെ ആ നോട്ടത്തിന്റെ ആവും മോഹനമേശ്വരിയുടെ ദേഷ്യം. എന്നാലും പർദ്ദയിടാൻ അവൾക്ക് വയ്യ. ലെഗിൻസും ടോപ്പും അണിഞ്ഞാണ് അവൾ വരാറുള്ളത്. അവളുടെ ആ മൊഞ്ച് കാണുമ്പോൾ ഒരു ഹൂറിയെ പോലുണ്ട്. കുതിരയുടെ ആവേശത്തോടെയാണ് പലപ്പോഴും സംസാരിക്കുക. അവളുടെ ആ ഭംഗിയേറിയ മാധുര്യമുള്ള ചെറിയ സൗണ്ട് എല്ലാവർക്കും കേൾക്കാനും കേട്ടിരിക്കാനും അവളെ കൊണ്ട് സംസാരിക്കാനും ഇഷ്ടമാണ്. കോളേജ് പഠിക്കുമ്പോഴൊക്കെ അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. ആള് ഹിന്ദുവാണ്. പക്ഷേ അവളുടെ കൂട്ടുകാരി അവരെ തമ്മിൽ തെറ്റിച്ചു. ആ ഇഷ്ടം മുറിഞ്ഞുപോയി. എങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ അവളെ നല്ലോണം അനുഭവിച്ചാണ് ആ സമയം സിമി അവൻ മുതലാക്കിയത്. പക്ഷെ സിമി നിന്നുകൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. പിന്നീടൊക്കെ പലരുടെയും നോട്ടം അവളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രണയിക്കാൻ തോന്നിയിട്ടില്ല. പിന്നീട് വേഗം തന്നെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ ഫൗണ്ടേഷന്റെ പണിയൊക്കെ കഴിഞ്ഞു. 2 ദിവസം വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ പണി തുടങ്ങി. ഒരാഴ്ച കൊണ്ട് പണിയൊക്കെ വേഗം നടന്നു. ഇനിയുള്ളത് സൈഡ് വാർപ്പാണ്. അതിനുള്ള പൈസ ഇക്ക കുറച്ച് അയച്ചു കൊടുത്തു. സിമിയുടെ വീട്ടിൽ നിന്നും കുറച്ച് കാശും കിട്ടി. വേഗം തന്നെ തീർത്തു തരാൻ മോഹനമേശ്വരിയോട് അവൾ ആവശ്യപ്പെട്ടു. പണിയൊക്കെ വേഗം നടന്നു. ഇടയ്ക്കിടെ അവൾ വന്ന് നോക്കുന്നത് കൊണ്ട് അവളുടെ മേനിയുടെ ഭംഗി ആസ്വദിച്ചും പണിയുടെ സ്പീഡ് അങ്ങോട്ട് കൂടി. വളരെ വേഗം തന്നെ വാർപ്പും തേപ്പും കഴിഞ്ഞു. ബാക്കിയുള്ള പണിക്കാരൊക്കെ പോയി. പിന്നീടുള്ള പണി മതിൽകെട്ടാണ്. അത് കുറച്ച് കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കി. കാരണം പൈസ തികയത്തില്ലെന്ന് അവൾക്കറിയാം. പിന്നെ വേഗം തന്നെ മറ്റുള്ള പണികളൊക്കെ തുടങ്ങി. ഒരാഴ്ച പനി പിടിച്ചതുകൊണ്ട് സിമിക്ക് പണിസ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാലും പൈസ സമയത്ത് തന്നെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ടൈലിന്റെ പണി നടക്കുമ്പോഴാണ് പിന്നെ സിമിക്ക് അവിടെ ചെല്ലാൻ പറ്റിയത്. പണിക്കാരെല്ലാം പോകാൻ തുടങ്ങിയിരുന്നു. അവളുടെ വരവ് കണ്ടിട്ട് 2-3 പേർ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അവളെ ഒന്ന് കണ്ടയച്ചു പോകാമല്ലോ. എല്ലാരും പയ്യെ പയ്യെ ഇറങ്ങിപ്പോയി. അവൾ അകത്തൊക്കെ കയറി നോക്കി. വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായിട്ടുണ്ട്. അവൾ തന്റെ ബെഡ്റൂമിലെത്തി. അവിടെ ഡിസൈൻ ചെയ്ത വർക്കൊക്കെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത കൊതിയായി. ഇക്കാനെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അവൾക്ക്. അവൾ ഇക്കാനെ വീഡിയോ കോൾ വിളിച്ചു. പക്ഷേ കിട്ടിയില്ല. അവളെല്ലാം കൂടി ഒരു വീഡിയോയിലാക്കി ഭർത്താവിന് അയച്ചു കൊടുത്തു. വൈകാതെ തന്നെ അത് ഇക്ക കണ്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവൾ റൂം എങ്ങനെയുണ്ട്, നമ്മുടെ ബെഡ്റൂമാണെന്ന് പറഞ്ഞു. അവൾ തന്റെ ഫോട്ടോ ഉൾപ്പെടുന്ന വിധത്തിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവൾ കുറച്ച് നല്ലതുപോലെ ഒരു മെസ്സേജ് ഇട്ടു. അവൾക്ക് വല്ലാത്തൊരു നാണമായിരുന്നു. അവൾ മെല്ലെ ചിരിച്ചുകൊണ്ട് കുറച്ച് നല്ല രീതിയിൽ ഒരെണ്ണം കൂടി തന്റെ ഫോട്ടോ ഇക്കായ്ക്ക് അയച്ചു കൊടുത്തു. വേഗം തന്നെ ഒരു വോയിസ് മെസ്സേജ് വന്നു. എന്റെ സിമി, ഞാൻ ഇവിടെ ആയിപ്പോയി. അല്ലേ നിന്നെ ഞാൻ പൊളിച്ചേനെ മോളെ. അത് ഓപ്പൺ ആക്കി കേട്ടുകൊണ്ടിരുന്നപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് മോഹനമേശ്വരി പുറകിലൂടെ അങ്ങോട്ട് കയറി വന്നു. അവൾ തിരിഞ്ഞു നോക്കി. സ്വയം നാണം കൊണ്ട് ആകെ ചമ്മി അവൾ. മോഹനമേശ്വരിയുടെ അരികിൽ നിന്ന് ഒന്ന് വിയർത്തു. എന്താ, നല്ല മൂഡിലാണല്ലോ. ഇക്ക ആണോ? മോഹനമേശ്വരി ചോദിച്ചു. ആ, ഇക്കായ. 2-3 കൊല്ലം ആകുന്നു ഇക്ക പോയിട്ട്, സിമി പറഞ്ഞു. വെറുതെ അല്ല, കൊതി ഇക്കായ്ക്ക്. മോഹനമേശ്വരി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അയ്യേ, ഓ, ഞാൻ പോവുക. ഇറങ്ങിയാൽ എനിക്ക് പൂട്ടാമായിരുന്നു, സിമി പറഞ്ഞു. എന്താ ഇത്ര തിരക്ക്? വീട്ടിൽ ജോലിയുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം. എന്തൊക്കെ ജോലിയുണ്ടെന്ന് അറിയാവോ? സിമി പറഞ്ഞു. അപ്പോ ഇക്കായ്ക്ക് കൊടുക്കുന്നില്ലേ പുതിയ വീട്ടിൽ? വീണ്ടും മോഹനമേശ്വരി കളിയാക്കി ചോദിച്ചു. ഒന്ന് പോയേ മേശ്വരി, ഇക്ക ഒരു വോയിസ് മെസ്സേജ് അയച്ചതാ, സിമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ആ ആ ഞാൻ കേട്ടിരുന്നു. എന്ത്? നിങ്ങളുടെ ഈ പുതിയ വീട്ടിലിട്ട് ഒന്ന്. ആ, ഞാൻ ബാക്കി പറയണോ? മോഹനമേശ്വരി വീണ്ടും ചോദിച്ചു. പോഴുന്നു. അവൾ അവന്റെ അരികിൽ നിന്ന് നടന്നു. പതിയെ ഡോറിന്റെ അടുത്ത് എത്താറായപ്പോഴേക്കും മോഹനമേശ്വരിയുടെ കൈ അവളെ ചുറ്റിപ്പിടിച്ചു. സിമി മനസ്സിൽ പോലും വിചാരിച്ചില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അവൾ അവനെ വല്ലാണ്ടൊന്ന് നോക്കി. എന്താണെന്നുള്ളതും പേടിയോടെ കൂടിയുള്ള ആ നോട്ടം. അവിടെ ആ കൈവിരലുകൾ കാണിക്കുന്ന കുസൃതികൾ അവളെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു. വേണ്ട, എനിക്ക് പോകണം എന്ന അവളുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ കയറിയില്ല. അവൾക്ക് എന്തേലും പറയണമെന്നുണ്ട്. അവളുടെ അവസ്ഥ കൊതിയാണോ സുഖമാണോ
തരിപ്പാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ എല്ലാം തോന്നുന്ന ഒരു ഫീലും. ഒടുക്കം അവളും എല്ലാത്തിനും സഹകരിച്ചു കൊടുത്തു. അങ്ങനെ ആ പണി തീരാത്ത വീട്ടിൽ ആദ്യമായിട്ട് പാലുകാച്ചൽ നടന്നു. ഒടുവിൽ അവളുടെ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് ഒന്ന് കേട്ടു. ഞെട്ടി. സമയം പോയതറിഞ്ഞില്ല. അവൾ വേഗം അവന്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുക്കാനായിട്ട് ഓടി. എന്തോ ഒരു വലിയ നിധി കിട്ടിയ സന്തോഷത്തിൽ ഒരു വല്ലാത്ത തളർച്ചയോടെ മോഹനമേശ്വരി ഭിത്തിയിൽ ചാരി അത് നോക്കിക്കൊണ്ട് നിന്നു.